ഗൈസ്, നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ നിങ്ങളെല്ലാവരും എന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നോട്ടിഫിക്കേഷന് വേണ്ടി ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. അപ്പം നമ്മൾ ഇന്നൊരു ചോക്ലേറ്റ് കേക്കാണ് ഉണ്ടാക്കണേ. അപ്പോൾ ചോക്ലേറ്റ് കേക്ക് ഇഷ്ടമില്ലാത്ത ആരെങ്കിലും ഉണ്ടോ? എല്ലാവർക്കും ചോക്ലേറ്റ് കേക്ക് ഇഷ്ടമാണ്. അപ്പോൾ ഈ ചോക്ലേറ്റ് കേക്ക് എങ്ങനെയാണ് ഉണ്ടാക്കണേന്ന് ചോദിച്ചാൽ, ചോക്ലേറ്റ് കേക്ക് ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് മൈദ വേണം, അതുപോലെ തന്നെ കൊക്കോ പൗഡർ വേണം, ഉപ്പ് വേണം, അതുപോലെ ബേക്കിംഗ് സോഡയും ബേക്കിംഗ് പൗഡറും വേണം. പിന്നെ ഞാനിവിടെ പാൽ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ പാൽ ചുമ്മാ പാലല്ല, പാലിലേക്ക് കുറച്ച് പാൽപ്പൊടിയും കൂടി മിക്സ് ചെയ്ത പാലാണ് നമ്മളിവിടെ ഉപയോഗിക്കുന്നത്. പിന്നെ ഗീ അല്ലെങ്കിൽ ബട്ടർ ഏതാണോ നിങ്ങളുടെ വീട്ടിലുള്ളത് അത് നമുക്കിതിന് ഉപയോഗിക്കാം. അപ്പോൾ ആദ്യം നമ്മൾ മൈദ എടുക്കുക. മൈദ ഞാനിവിടെ ഒരു 1.5 കപ്പ് മൈദയാണ് എടുത്തേക്കണേ. ആ 1.5 കപ്പ് മൈദയിലേക്ക് ഞാൻ 1/2 കപ്പ് കൊക്കോ പൗഡർ ആഡ് ചെയ്തിട്ടുണ്ട്. ഒരു നുള്ളു ഉപ്പും കൂടെ ആഡ് ചെയ്തിട്ട് അതിനകത്തേക്ക് അല്പം ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും കൂടെ ആഡ് ചെയ്തിട്ട് വേണം ഈ മിക്സ് നന്നായിട്ട് മിക്സ് ചെയ്യാൻ. അപ്പോൾ നമ്മുടെ മിക്സ് നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ വേറൊരു പാത്രം എടുത്തിട്ട് അതിനകത്തേക്ക് മുട്ട ആഡ് ചെയ്യുക. അപ്പോൾ ഞാൻ മുട്ടയുടെ ഫുള്ളായിട്ട് ആണ് എടുത്തത്, അല്ലാണ്ട് സെപ്പറേറ്റ് ആയിട്ടല്ല എടുത്തേക്കുന്നത്. അപ്പോൾ 3 മുട്ട എടുത്തിട്ടുണ്ട് ഞാൻ. അതിനകത്തേക്ക് അല്പം വാനില എസൻസും കൂടെ ആഡ് ചെയ്തിട്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. ഈ മിക്സ് നമ്മൾ ആദ്യം ഉണ്ടാക്കി വെച്ചിരിക്കുന്ന മൈദയും കൊക്കോ പൗഡറൊക്കെയുള്ള മിക്സില്ലേ, അതിനകത്തേക്ക് ഇപ്പം നമ്മൾ പ്രിപ്പയർ ചെയ്ത് ഈ മിക്സ് ആഡ് ചെയ്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഇളക്കി കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് നന്നായിട്ട് മിക്സ് ആവാൻ വേണ്ടി നമ്മൾ ഇതിനകത്തേക്ക് പാൽ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ചുമ്മാ പാലല്ല, പാലും പാൽപ്പൊടിയും കൂടി മിക്സ് ചെയ്ത പാലാണിത്. അത് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അപ്പം തന്നെ അതൊരു ബ്രൗൺ കളറായിട്ടുണ്ടാവും. പിന്നെ നമ്മൾ ഇതിനകത്ത് നമുക്ക് മധുരം വേണം, എന്തായാലും മധുരം വേണ്ടേ. അപ്പം നമ്മൾ ഡയറക്റ്റായിട്ട് പഞ്ചസാര ആഡ് ചെയ്യരുത്. പഞ്ചസാര നന്നായിട്ട് പൊടിച്ചിട്ട് വേണം ആഡ് ചെയ്യുക. ഞാനിവിടെ ഏകദേശം 1 കപ്പ് പഞ്ചസാരയാണ് ആഡ് ചെയ്തേക്കണേ. എന്നിട്ട് നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അപ്പം നമ്മുടെ മിക്സ് നല്ല ബ്രൗൺ കളറായിട്ടുണ്ട്. ഇനി പിന്നെ ഉപ്പ് വേണമെങ്കിൽ നമുക്ക് ഉപ്പ് ഇത്തിരി വേണമെങ്കിൽ നിങ്ങൾക്ക് ഉപ്പ് ആഡ് ചെയ്യാം കേട്ടോ. ഞാൻ ആദ്യം ഓൾറെഡി ഉപ്പ് ആഡ് ചെയ്തിട്ടുണ്ട് നമ്മൾ ആ മൈദയും കൊക്കോ പൗഡർ മിക്സ് ചെയ്തപ്പം. എന്നിട്ട് ആഡ് ചെയ്തതിന് ശേഷം നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. കുറച്ച് നെയ്യും കൂടെ ഒഴിച്ച് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. ഇപ്പം നമ്മുടെ മിക്സ് അടിപൊളിയായിട്ടുണ്ട്. ഈ മിക്സ് അപ്പം തന്നെ നമ്മൾ ബേക്ക് ചെയ്യാനുള്ള പ്ലേറ്റിലേക്ക് നമ്മൾ മാറ്റരുത്. കുറച്ചൊരു 15 മിനിറ്റ് നമ്മൾ ഇങ്ങനെ സെറ്റ് ചെയ്യാൻ വയ്ക്കുക. അതിനുശേഷം മാത്രമേ മാറ്റാൻ പറ്റുള്ളൂ. അപ്പം ബേക്ക് ചെയ്യാനുള്ള പാത്രം എടുക്കുക, അതിനകത്തേക്ക് കുറച്ച് നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കുക. എല്ലായിടത്തും ആഡ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം നമ്മൾ ഇപ്പോൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന കേക്കിൻ്റെ മിക്സ് ഇതിനകത്തേക്ക് ആഡ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് തട്ടി കൊടുക്കുക. കാരണം എല്ലായിടത്തും യുണിക്കായിട്ട് സ്പ്രെഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഉപയോഗിച്ചിരിക്കണേ നമ്മുടെ ഡേറ്റ്സാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് ചെറിയൊക്കെ ഇവിടെ യൂസ് ചെയ്യാം. പിന്നെ നമ്മൾ മിക്സ് ചെയ്ത് കഴിയുമ്പോൾ ജസ്റ്റ് ഒന്ന് മധുരം കൂടിയിട്ടുണ്ടോ എന്നൊക്കെ നമ്മൾ നോക്കണം. ചിലപ്പോൾ മധുരം കൂടാണ്ടും വരും. അപ്പോൾ അതും കൂടെ നിങ്ങൾ നോക്കണം ഇടയ്ക്ക്. അതിനുശേഷം ഒരു 30 മിനിറ്റ് ഞാൻ ബേക്ക് ചെയ്തിട്ടുണ്ട്. ഇപ്പം നമ്മുടെ കേക്ക് റെഡിയാണ്. അടിപൊളി കേക്കാണ്, എല്ലാവർക്കും ഇഷ്ടമാവും. നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കുക. നല്ല സോഫ്റ്റാണ് ഈ കേക്ക്. നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ ഈ കേക്ക് ഞാൻ പല പ്രാവശ്യം കേക്ക് ഉണ്ടാക്കിയെങ്കിലൊക്കെ ഒരിക്കലും അത് ശരിയായിട്ടില്ല കേക്ക് ഉണ്ടാക്കണത്. പക്ഷേ ഈ പ്രാവശ്യം ഞാൻ ഉണ്ടാക്കിയപ്പോൾ നല്ല സോഫ്റ്റായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങൾക്ക് എങ്ങനെയാണ് കേക്ക് ശരിയായോ എന്നൊക്കെ എനിക്ക് റിപ്ലൈ തരാം. അപ്പോൾ എൻ്റെ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി.